ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണ ഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരയെ വന്ദിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. തുല്യമായി സർവസുമവും തലോടി മണമാർന്നിതാ പ്രഭാതവായു പോകുന്നു, പോവിൻ നിങ്ങളതേ വഴി. കുമാരനാശാന്റെ ഒരു കവിതാഭാഗമാണ്. ഗുരുദേവന്റെ പ്രഭാവത്തെയാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. പ്രഭാതവായു, ഒരു പുതിയ പ്രഭാതം ഉദിച്ചിരിക്കുന്നു. കാലത്തെ അത് മാറ്റിമറിക്കുകയാണ്. കാലത്തെ സ്തംഭിച്ച് നിർത്തിയിരുന്ന പല മുട്ടുകളും തട്ടി നീക്കപ്പെടുകയാണ് നിശബ്ദമായി. ലോകത്തിൻ്റെ കണ്ണുകളെ അന്ധമാക്കിയിരുന്ന കൂരിരുട്ടത്രയും ഈ പ്രഭാതത്തോടെ തെളിയുകയാണ്. കാലങ്ങളോളം മരവിച്ച് നിന്ന സാമൂഹ്യ ജീവിത നദി ഇതാ വീണ്ടും ഒഴുകിത്തുടങ്ങുന്നു. ഇവിടെ ഇതാ എല്ലാത്തിനെയും സമതയിൽ കാണുന്നു. എല്ലാത്തിനെയും സമതയിലൂടെ നയിക്കുന്നു. നോക്കൂ, നാനാതരത്തിലുള്ള നാനാവർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ, ഇതിനെയെല്ലാം തുല്യമായി കണ്ടുകൊണ്ട്, തുല്യമായി സർവസുമവും തലോടി മണമാർന്നിതാ വിഭിന്നങ്ങളായ ഗന്ധങ്ങൾ, അതിനെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് പ്രഭാതവായു പോകുന്നു, പോവിൻ നിങ്ങളതേ വഴി. ഏറെ ചിന്തനീയമാണ്, രസകരമാണ്. ഇത് നമുക്ക് നല്ലൊരു മാർഗദർശകവുമാണ്. ഗുരുവിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു.
ലോകം ഒന്നാണ് എന്ന് തത്വത്തിൽ നമുക്ക് പറയാം. എല്ലാവരിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണെന്ന് തത്വത്തിൽ നമുക്ക് പറയാം. സർവഭൂതവും ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവർ വിരളമായിരുന്നു. ഇങ്ങനെയുള്ള സമഭാവനയുടെ തത്വങ്ങൾക്ക് പഞ്ഞമില്ലായിരുന്നു. നാനാതരത്തിൽ ഇത് പ്രവചിക്കപ്പെട്ടു, പ്രഘോഷിക്കപ്പെട്ടു. പക്ഷേ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? വർഗവർണ്ണ ഭാഷാ ദേശ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടല്ലോ. ഇവിടെ ഭേദത്തിൽ ഭേദവും എന്നാശാൻ പറയുന്നു. ഏതെങ്കിലും ഒരു ലക്ഷണത്തിന്റെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗമുണ്ടായാൽ അവരിലെങ്കിലും ഒരു ഐക്യമത്യമുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ല. അവരുടെ ഇടയിലും ഭേദവും ഭേദത്തിൽ ഭേദവും. അനുദിനമെന്നോണം ഇത് വളരുകയാണ്. അങ്ങനെ ഒരു ലോകമെങ്കിലും പല ലോകങ്ങളിലായി ചിന്നിച്ചിതറി കഴിയുകയാണ് ലോകത്തിലെ മനുഷ്യർ. ഇതിൻ്റെ കെടുതികൾ എത്രത്തോളം ഈ ലോകം അനുഭവിച്ചു. ഈ കാണുന്ന വൈവിധ്യങ്ങൾ, ആ വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളായി കണ്ടിരുന്ന ആ കാലമത്രയും അവർ തമ്മിൽ കലഹങ്ങൾക്കേ ഇടയുണ്ടായിരുന്നുള്ളൂ. അശാന്തി പടരുകയാണ്. ഇവിടെയാണ് എല്ലാത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അവതരിക്കുന്നത്. അവിടുന്ന് ഒന്നിനെയും തച്ചുടച്ചില്ല. പക്ഷേ തച്ചുടയ്ക്കപ്പെട്ടു എല്ലാം. വളരെ നിശബ്ദമായി അത് സംഭവിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ലോകത്തെ തന്നെ തരണം ചെയ്യിക്കുകയായിരുന്നു ഗുരു. ലോകത്തെ കടത്തിവിടുകയായിരുന്നു ഈ പതനത്തിൽ നിന്ന്. ദിവ്യാവതാരങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നു. അതെല്ലാം പുരാണ സങ്കല്പങ്ങളാണ്. വായിച്ചിരസിക്കാൻ കൊള്ളാം. മനഃശാന്തിക്ക് ഉതകുന്ന പല തത്വങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉള്ളതും നല്ലത്. പക്ഷേ ലോകം വീണ്ടും അഗാധഗർത്തത്തിലേക്ക്, നരകത്തിലേക്ക് ആണ്ട് പോവുകയായിരുന്നു. ഇവിടെ ഇതാ ഗുരുദേവന്റെ ജീവിതം ഗുരു തന്നെ സങ്കല്പിച്ചതുപോലെ ഒരാവിവൻ തോണിയായി. അതുമാത്രമോ, ആ വൻ തോണിയെ നയിക്കുന്ന
കരുത്തുറ്റ കരങ്ങളോടെ നമ്മെ നയിക്കുന്നതിന്, ഈ ഭവാബ്ദിയെ കടത്തുന്നതിന് അവിടുന്ന് കടന്നു വരികയാണ്. ആ മഹത് ജീവിതത്തിന്റെ സവിശേഷതകൾ പലതും നമ്മൾ കണ്ടുപോയി. അതിനെക്കുറിച്ചെല്ലാം വീണ്ടും വീണ്ടും ചിന്തിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. ഭാഗികമായി ഗുരുവിനെ മനസ്സിലാക്കുന്നവരാണ് ഏറെയും. എന്തൊക്കെയോ വാസനകളും മുൻവിധികളും അവരിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവിനെ നോക്കിക്കാണുമ്പോൾ ആ രീതിയിലുള്ള ഭാഗികമായ കാഴ്ചപ്പാടുകളെ അവർക്ക് ഉണ്ടാകാൻ തരമുള്ളൂ. ആ പറയുന്നതൊക്കെ അർത്ഥസത്യങ്ങളാണ്, തീരെ കഴമ്പില്ലാഴുകയില്ല. പക്ഷെ എന്തു ചെയ്യാം? സമഗ്രമായി ഗുരുവിനെ നോക്കിക്കാണണമെങ്കിൽ ഈ മുൻവിധികളെല്ലാം നമ്മിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. ഗുരുദേവ ഭക്തരെന്ന് അഭിമാനിക്കുന്ന നമുക്ക് മമത, ഗുരുവിനോടുള്ള മമത, ഭക്തിയല്ല മമത വെടിയേണ്ടിയിരിക്കുന്നു. ആ മമതയും നമ്മെ മുൻവിധിയിലേക്ക് നയിക്കുന്നുണ്ട്. അവിടുന്ന് മമതാരഹിതാത്മാവായിരുന്നല്ലോ. അവിടുന്ന് ഒരിക്കൽ നമുക്ക് മാർഗദർശനം നൽകുകയുണ്ടായി. ശിവഗിരി മഠം സ്ഥാപിക്കപ്പെടുന്ന കാലത്ത് അവിടുന്ന് അരുളിയ ഒരു വിജ്ഞാപനത്തിന് എക്കാലവും പ്രസക്തിയുണ്ട്. ഗുരുവിന്റെ ലോകസംഗ്രഹത്തെ, ലോകസമുദ്ധാരണത്തെ ഏത് രീതിയിൽ കാണാമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണത്. അവിടെ ഗുരു സൂചിപ്പിക്കുന്നത് ലൗകികമായും വൈദികമായും സംഘടിപ്പിക്കപ്പെടുന്ന എല്ലാ സഭകളും ലക്ഷ്യമിടുന്നത് സുഖത്തെയാണ് എന്നാണ്. സുഖം. ഗുരു കുറച്ചുകൂടി ആഴത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഭൗതികമായി സംഘടിപ്പിക്കപ്പെടുന്ന സഭകളിലൂടെ എല്ലാം ലഭിക്കുന്നത്, അത് ലക്ഷ്യമിടുന്നത് താൽക്കാലികങ്ങളായ ആശ്വാസത്തെ അല്ലെങ്കിൽ സുഖത്തെ ആയിരിക്കും. അത് ക്ഷണികങ്ങളാണ്. എന്നാൽ മനുഷ്യാത്മാവ് ശാശ്വതമായ സുഖം തേടി ഒരു മഹായാത്ര നടത്തുകയാണ്. നമ്മളെയെല്ലാം പേറുന്ന ആത്മാവ് സുചിരമായ ശാശ്വതമായ സുഖത്തെ പ്രാപിക്കാതെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തില്ല. ഇവിടെ നോക്കൂ, ആഴമേറിയ നിന്റെ മഹസ്സാകുന്ന ആഴിയിൽ നമ്മളെല്ലാവരും ആകവേ ആഴുമ്പോൾ നിത്യം വാണുകൊണ്ട് ഇരിക്കുമ്പോൾ അവിടെയാണ് ശാശ്വതമായ സുഖമുണ്ടാവുക.
ആത്യന്തികമായ നില അതാണെങ്കിലും മോഹാവേശിതരായ നമുക്ക്, നിർഭാഗ്യവശാൽ മോഹാകുലരായി തീർന്ന നമുക്ക് ഒന്നാം പടി മുതൽ ചവിട്ടി ചവിട്ടി കയറുവാനുള്ള മാർഗമാണ് ഗുരു തുറന്നു തന്നത്. അജ്ഞന്മാർക്ക്, വിജ്ഞന്മാർക്ക്, ബലവാന്മാർക്ക്, ദുർബലർക്ക്, ഏത് തലത്തിലുള്ളവരുമായി കൊള്ളട്ടെ, അവർക്കെല്ലാം പ്രാപ്യമാകുന്ന രീതിയിൽ, അവർക്കൊന്നും ഒരു അന്യതാബോധം തോന്നാൻ ഇടയാകാത്തവണ്ണം അവിടുന്ന് തുറന്നു തന്ന സൗഖ്യത്തിന്റെ മാർഗം ഇതാ തുറന്നു കിടക്കുന്നു. അതിലേ കടന്നു പോവുക എന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് കരണീയമായിട്ടുള്ളത്. സഹോദരങ്ങളെ, മാർഗമുണ്ട്, അതെന്നുമുണ്ടായിരുന്നു. അതിനെ അറിയാൻ കഴിയാതെ പോയത്, അറിയാൻ ശ്രമിക്കാതിരുന്നത് നമ്മുടെ ദൗർബല്യമാണ്. അറിഞ്ഞിട്ടും അതിലെ നടക്കാൻ കഴിയാതെ പോകുന്നത് ദൗർബല്യമാണ്. അവിടെയാണ് ഗുരുവിനെ പോലെയുള്ള പരമാചാര്യന്മാരുടെ സഹായഹസ്തം, ഹസ്താവലംബനം നമുക്ക് അനിവാര്യമായി വരുന്നത്. ആഹ്വാനം ചെയ്ത് കടമ തീർക്കുകയല്ലല്ലോ അവിടുന്ന് ചെയ്തത്. തന്നാൽ കരയേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചയേറിലമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കുതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. ആ തപോനിധിയുടെ, പല തപോനിധികളുടെയും ചരിതം നമുക്ക് ഹൃദ്യമായിരിക്കും. പക്ഷെ അതിന് ചാരിതാർത്ഥ്യമുണ്ടാവില്ല. എന്തുകൊണ്ട്? ഇത് ബഹുജനസുഖായ ബഹുജനഹിതായ എന്ന അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ അത് ചരിതാർത്ഥമാവുകയുള്ളൂ. അങ്ങനെയുള്ള ചരിതങ്ങൾക്ക്, പ്രവചനങ്ങൾക്ക്, ദർശനങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ. അല്ലാത്തതൊക്കെ കിളിർക്കാത്ത വിത്തുകൾ പോലത്രേ. വിത്തായി നിന്നതുകൊണ്ട് എന്ത് പ്രയോജനം? വിത്തുകൾ ധാരാളമുണ്ടായി, വൃക്ഷങ്ങളൊട്ടുണ്ടായതുമില്ല. അങ്ങനെ കാലത്തിന്റെ അനിവാര്യമെന്നോണം ഒരു മഹാവൃക്ഷം ഇതാ പടർന്നു പന്തലിച്ചിരിക്കുന്നു. ലോകത്തിന് തണൽ മുറ്റുമേകുവാൻ. സഹോദരങ്ങളെ, തപിച്ചിരുന്ന, ഉഴറിയിരുന്ന സമൂഹങ്ങൾ കാലങ്ങളായി കണ്ടിരുന്ന സ്വപ്നങ്ങൾ, അവരുടെ ആശകൾ, പ്രതീക്ഷകൾ, ഇതൊക്കെ കേവലം സങ്കല്പങ്ങളും പ്രതീക്ഷകളുമായി തന്നെ പൊലിഞ്ഞു കൊഴിയുകയായിരുന്നു. ഈ സങ്കല്പങ്ങളൊന്നും യാഥാർത്ഥ്യമാവില്ല എന്ന് തന്നെ അനുഭവം കൊണ്ട്, നിരീക്ഷണം കൊണ്ട് അവർ ഉറപ്പിച്ചിരുന്നു. നല്ല നല്ല കാര്യങ്ങൾക്ക് എവിടെ പഞ്ഞം?
വൈദിക സാഹിത്യമായിക്കൊള്ളട്ടെ, ധർമ്മസംഹിതകളായിക്കൊള്ളട്ടെ, ഇതെല്ലാം മനുഷ്യ നന്മയെ ലക്ഷ്യം വെക്കുന്നു. അതിലൂടെയൊക്കെ തെളിയാത്തവർ ഇല്ലാതില്ല. അതെല്ലാം ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം. ഇവിടെ ഇതാ ലോകത്തിനാകമാനം സൗഖ്യമേകുവാൻ, ലോകത്തെ ആകമാനം ശാന്തി മാർഗത്തിലേക്ക് നയിക്കുവാൻ ഇതാ ഇതുപോലൊരു പൂർണ്ണാവതാരം വേണ്ടി വന്നിരിക്കുന്നു. ആ പരമ്പരയിലെ കണ്ണികളാകുവാൻ അവസരമുണ്ടായ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഇതിൻ്റെയൊക്കെ വക്താക്കളാവുക, പ്രയോക്താക്കളാവുക, ഇതിൽ പരം പുണ്യമെന്താണ്? ആ പുണ്യത്തെ നമുക്ക് കൈവിടാതിരിക്കാം. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് വലിയ വലിയ അത്ഭുതങ്ങളുടെ അടയാളങ്ങളൊന്നും കാട്ടാതെ സാധാരണയിൽ സാധാരണമായ ഒരു ജന്മത്തിലൂടെ ആ അവതാരം ഇവിടെ സംഭവിക്കുമ്പോൾ കാലഘട്ടം അതേതാണ്ട് പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. ഉചിതമായ കാലമായിരുന്നു അത്. മറ്റൊരു കാലമായിരുന്നു എങ്കിൽ അവിടുത്തെ മുമ്പ് സൂചിപ്പിച്ച ആ ചരിതാർത്ഥത ഇത്രത്തോളം ആകുമായിരുന്നോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഒത്തുവന്നിരിക്കുന്നു ഇത്. ലോകഗതിയെ ആകമാനം സ്വാധീനിക്കുവാനും നിർണയിക്കുവാനും പാകമായ കാലം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പുതുയുഗ പിറവിയാണ്. ആ പുതുയുഗത്തിന്റെ പ്രകാശമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകരത് പൂർണ്ണമായി നെഞ്ചിലേറ്റിയോ അനുകരിച്ചോ അനുവർത്തിച്ചോ എന്നത് ഇപ്പോൾ നോക്കേണ്ടതില്ല. പക്ഷേ അങ്ങനെയൊരു മാർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. അതിലെ ലോകത്തിന് പോകാവുന്നതേയുള്ളൂ. പോകാതിരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സങ്കല്പങ്ങൾ അത്രയും വിശുദ്ധമായിരുന്നു. എങ്ങനെയുള്ള വിശുദ്ധി? എല്ലാത്തിനെയും ഒന്നായി കണ്ടുകൊണ്ടുള്ളതായിരുന്നു അവിടുത്തെ ദർശനം. അവിടെ ഭേദങ്ങളൊന്നുമില്ല. ഭേദചിന്തകൾക്ക് സ്ഥാനമില്ല. അഥവാ അവിടുന്ന് വ്യവസ്ഥപ്പെടുത്തിയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ, സംവിധാനങ്ങളായിക്കൊള്ളട്ടെ, അതിൽ വിഭാഗീയത തോന്നാനിട വന്നത് വിശാലമായി അതിനെ നോക്കിക്കാണാത്തത് കൊണ്ടാണ്. നാം ഒന്ന് ഓർക്കുക, അവിടുന്ന് മാതൃകയാണ് പ്രദർശിപ്പിച്ചത്. അന്നോളം ചൂണ്ടിക്കാണിക്കുവാൻ, അനുകരിക്കുവാൻ ഒരു മാതൃക ഈ ലോകത്തില്ലായിരുന്നു. ഒരു മാതൃക സൃഷ്ടിക്കുക, എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന
എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാകുന്ന, തുല്യമായി സർവസുമങ്ങളെയും തലോടിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ ഒരു ദർശനം. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ലോകത്തെ ഒന്നായി കാണുകയാണ്. ലോകരെയെല്ലാം ഒരുമയിൽ കാണുകയാണ്. മനുഷ്യത്വം എന്ന ഒറ്റ സംജ്ഞയിൽ മാനവജാതി ഒന്നായിത്തീരുകയാണ്. അവിടുന്ന് ഒരർത്ഥത്തിൽ യഥാർത്ഥ തീർത്ഥാടകനായിരുന്നു. അവിടുന്നായിരുന്നു യഥാർത്ഥ തീർത്ഥാടകൻ. നോക്കൂ, അവിടുന്ന് ഒരിടത്ത് സ്ഥിരമായിരുന്നില്ല. അതവിടുത്തെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അവിടുന്ന് ചരൈവേദി എന്ന പ്രമാണപ്രകാരം ദേശാന്തര ഗമനം നടത്തിയെങ്കിൽ, ജനപദങ്ങളിലൂടെയെല്ലാം നടന്നെങ്കിൽ, അതേ മാതൃകയിൽ തന്നെ ലോകത്തിന്നോളം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ദർശന സംഹിതകളിലൂടെയും തീർത്ഥാടനം നടത്തുകയുണ്ടായി. അവിടുത്തേക്ക് അറിയാൻ പാടില്ലാതിരുന്ന, അവിടുത്തെ ചിന്ത കടന്നു ചെല്ലാതിരുന്ന ഒരു വിജ്ഞാന മേഖലയുണ്ടോ എന്ന് സംശയമാണ്. അത് വൈദികമായിക്കോട്ടെ, ലൗകികമായിക്കൊള്ളട്ടെ, ജന്മനാ തങ്ങളുടെ മതത്തെ പരിചയിക്കുകയും ആ മതത്തിൽ അതീവ വിശ്വാസത്തോടെ വളരെ നിഷ്ഠാപൂർവം മുഴുകുകയും ചെയ്തിരുന്ന മുസ്ലിം സഹോദരങ്ങൾ ഗുരുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. തങ്ങൾ കണ്ടറിഞ്ഞതിനേക്കാൾ, ജീവിതത്തിലുടനീളം തങ്ങൾ മനനം ചെയ്ത് മനസ്സിലാക്കിയതിനേക്കാൾ എത്ര വേറിട്ട നിലയിലാണ്, യുക്തിസഹമായ നിലയിലാണ് കേവലം ചുരുങ്ങിയ വാക്കുകളിൽ ഗുരു തങ്ങളുടെ മതത്തെക്കുറിച്ച് പൂരിപ്പിക്കുന്നത്, പ്രവചിക്കുന്നത്. അവിടുത്തെ ആ നിരീക്ഷണങ്ങളൊന്നും ചോദ്യം ചെയ്യപ്പെട്ടില്ല. ആർക്കും അതിൽ അയുക്തി തോന്നിയില്ല. ഏവരാലും അത് അംഗീകരിക്കപ്പെട്ടതെന്തുകൊണ്ട്? അത് ജ്ഞാനം തന്നെയായിരുന്നു. വിശുദ്ധി എല്ലാ തലത്തിലും. അതുകൊണ്ടാണ് അവിടുന്ന് നിത്യശുദ്ധമുക്ത മഹാത്മാവായി തീർന്നത്. വലിയ മഹർഷികൾ ചൊന്നാൽ ഫലം ആ വാക്കിന്റെ പിന്നാലെ ഓടി വരും. കുമാരനാശന്റെ റിപ്പോർട്ടുകളിൽ ഒന്നിലധികം ഭാഗത്ത് ഇത് കാണാം. വലിയ മഹർഷികൾ ചൊന്നാൽ, ഇതിനു മുമ്പും മഹർഷി വര്യന്മാരില്ലാതില്ല. പേര് കേട്ട എത്രയോ ധർമ്മകർത്താക്കളും ശ്രുതികർത്താക്കളും. പക്ഷേ അവിടെയെല്ലാം അത് സ്തംഭിച്ചു നിന്നതേ ഉള്ളൂ. സൂചിപ്പിച്ചതുപോലെ കിളിർക്കാത്ത വിത്തുകളായി നിന്നതേ ഉള്ളൂ. പെയ്യാത്ത മേഘമായി നിലകൊണ്ടതേയുള്ളൂ. ഇവിടെ ഇതാ അതെല്ലാം പ്രായോഗികമാകുന്നു.
അത് മനുഷ്യൻ അനുഭവിച്ചാലും അനുഭവിച്ചില്ല എങ്കിലും അത് സംഭവിച്ചിരിക്കുന്നു. നാം ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, അതിനോട് വിധേയപ്പെടുക. ശാശ്വതമായ സുചിരമായ സുഖത്തെയാണ് ആത്മാവ് തേടുന്നതെങ്കിൽ ആ ആത്മാവിന്റെ അംശം പേറി ജീവിക്കുന്ന നമുക്ക് ആ ഒരു മാർഗത്തെ സ്വീകരിക്കുകയേ വേണ്ടൂ, പുൽകുകയേ വേണ്ടൂ. നമ്മുടെ ജീവിതവും അതുപോലെ തെളിയുവാൻ, നമ്മുടെ ജീവിതവും അതുപോലെ സാർത്ഥകമാകുവാൻ. പ്രിയമുള്ളവരെ, നമ്മളിൽ പൊതുവെ ഭൗതികന്മാരാണ്. ലൗകികത്തെ ഒഴിഞ്ഞുകൊണ്ടുള്ളതായിരുന്നില്ല അവിടുത്തെ ദർശനം. ഭൗതികന്മാരാണ് ബഹുഭൂരിപക്ഷം എന്നതിനാൽ ഭൗതികമായ ആവശ്യങ്ങൾക്കായിരുന്നു അവിടെ പ്രാധാന്യം. എന്നാൽ കേവലം ഭൗതികതയിൽ മാത്രം മുഴുകുമ്പോൾ, ആത്മാവിനെ വിസ്മരിച്ചുകൊണ്ട് ഭൗതികതയിൽ മാത്രം മുഴുകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് എത്രയോ വട്ടം ഗുരു സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊരു പ്രവൃത്തിയും അത് ആത്മനിഷ്ഠമാകുമ്പോൾ ആ പ്രവൃത്തി സാർത്ഥകമാകുന്നു, വിശുദ്ധമാകുന്നു, സഫലമാകുന്നു. അല്ലാതുള്ളതെല്ലാം സ്വാർത്ഥമാകുന്നു. അത് അവനവനും വിരോധമാകുന്നു, മറ്റുള്ളവർക്കും കൂടി ഉപദ്രവമാകുന്നു. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ, ഇത് ആത്മവിരോധി. ഇത് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരന് പരം പരിതാപമേകിടുന്നോർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. തിരിച്ചറിഞ്ഞാൽ മതി ഇത്. നോക്കൂ, ക്ഷണികമായ ഒരു സംതൃപ്തി, ക്ഷണികമായ ഒരു വിജയം, തൽക്കാലം നമുക്ക് നേട്ടമുണ്ടാകാം, വിജയമുണ്ടാകാം. അത് 100 പരാജയങ്ങളുടെ പ്രാരംഭമാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഗുരു ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു, ആത്മസുഖത്തിന്, ഓരോരുത്തരും ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിന് കൂടിയായി വരണം. ആത്മബോധമുള്ളവർക്കല്ലേ അങ്ങനെ തോന്നുകയുള്ളൂ. ആ ആത്മബോധമാണ് അവിടുന്ന് പ്രഥമപാദത്തിൽ പറഞ്ഞു തരുന്നത്. ഇവിടെ ഭേദമില്ല, അവന് ഇവനെന്നില്ല. ഇതൊക്കെ ഓർത്താൽ, ആ ഓർമ്മയാണ് നമുക്കില്ലാതെ പോയത്, ഇല്ലാതെ പോകുന്നത്. ഇതിനെ ഓർക്കുന്നതിനുള്ള അവസരങ്ങളായിട്ടാണ് അവിടുന്ന് ചെയ്ത എല്ലാ സംവിധാനങ്ങളും, വ്യവസ്ഥകളും, എന്തുവേണ്ട സകല പ്രബോധനങ്ങളും ഇത് ഓർമ്മിപ്പിക്കുന്നതിനായിരുന്നു. ഓർക്കുന്നവർക്കല്ലേ, ആരായുന്നവർക്കല്ലേ ഇത് കാണാൻ കഴിയൂ, അനുഭവിക്കാൻ കഴിയൂ. ഇതെല്ലാം നാം പാടുന്നു, കാലങ്ങളായി നാം പാടുന്നു എന്നതുകൊണ്ട് ഒരു വേദത്തിൽ പറയുന്നത് പോലെ
ഇത് അധരത്തിലൂടെ ഒഴുകുന്നു, ഹൃദയത്തിൽ നിന്നല്ല. ഇത് ഹൃദയത്തിൽ നിന്നാകണമെങ്കിൽ എന്തു വേണം? അവിടം മുതലാണ് നാം തുടങ്ങാൻ പോകുന്നത്. ഇതൊരു മഹത്തായ തീർത്ഥാടനത്തിന്റെ ആരംഭമാണ്. ഇത് ഉള്ളിലാകണം. ഉള്ളിലുണ്ടേയെങ്കിൽ, ഉള്ളിൽ തെളിഞ്ഞ തെളി, ഉള്ളിൽ തെളിഞ്ഞ തിരി, അത് ചുറ്റുവട്ടത്തെ, വിളക്കിന്റെ ചുറ്റുവട്ടത്തെ പ്രകാശമാനമാക്കുന്നത് പോലെ ഉള്ളിൽ ഉറവയുണ്ടെങ്കിൽ അത് വറ്റാതെ തുളുമ്പി നിൽക്കുന്നത് പോലെ ഉള്ളിൽ ഇതുറച്ചാൽ ഇതെപ്പോഴും ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ നമ്മുടെ ചിന്തയിലുണ്ടാവും. ഇതിനെ ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രഥമമായി തീർത്ഥാടനമെന്നറിയുക. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ എന്തൊക്കെയോ അറിഞ്ഞു എന്ന് ഭാവിക്കുന്നു. ഇത് വേറിട്ട തീർത്ഥാടനമാണ്. ഇതിനഷ്ടലക്ഷ്യങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ നാം ഓർക്കണം, നമുക്ക് മാമ്പഴമാണ് ലക്ഷ്യമെങ്കിൽ ഈ മാമ്പഴം മാവിലാണ് ഉണ്ടാകുന്നത്. ആ മാവാകട്ടെ കാലങ്ങളിലൂടെ വളർന്നു മുറ്റിയതാണ്. മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് മേലോട്ടുയർന്ന് അത് ശാഖകൾ വീശി അത് പുഷ്പിച്ച് ഫലിച്ചപ്പോഴാണത് മാങ്ങയായത്. ഇവിടെ മാവെന്നൊന്നുണ്ട്. മാമ്പഴത്തെ പ്രകീർത്തിക്കുന്നതിന് മുമ്പ് മാവില്ലായിരുന്നെങ്കിൽ മാങ്ങയില്ലായിരുന്നു എന്ന് പറയുന്നത് പോലെ. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, ഒരു കർമ്മം സഫലമാകണമെങ്കിൽ, അത് പക്വമാകണമെങ്കിൽ അതിന് പശ്ചാത്തലമായി പലതും നമ്മൾ അറിഞ്ഞിരിക്കണം, അനുഷ്ഠിച്ചിരിക്കണം. അതിനു വേണ്ടുന്ന എന്തെല്ലാം ഏർപ്പാടുകളാണ് ഗുരു ചെയ്തത്. നോക്കൂ, ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ന് ഏറെയേറെ പഠിച്ചവർ, തെളിഞ്ഞവർ പറയുന്നത് ഇതെല്ലാം ഗുരു വേണ്ടെന്ന് വെച്ചു, അനാവശ്യമെന്ന് പറഞ്ഞു. ഗുരു നമ്മെ ആഹ്വാനം ചെയ്തത് കാലോചിതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ്. അതിനു മാത്രമേ ഫലമുള്ളൂ. മാവെന്തിനു വെക്കുന്നു, നമുക്ക് മാങ്ങാ പോരെ എന്ന് ചോദിക്കുന്നത് പോലിരിക്കും അത്. നോക്കൂ, ഈ വഴിയിലൂടെയല്ലേ ഗുരു നടന്നത്. ആ മഹത് ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ബാല്യം മുതൽക്കേ പരമഭാഗവതനായി, പരമഭക്തനായി തന്നെ അവിടുന്ന് വളർന്നു വരുന്നു. നോക്കൂ, അവിടുത്തെ വിജ്ഞാനം ഭക്തമായി കഴിഞ്ഞപ്പോൾ ആ ഭക്തിമാർഗത്തെ അവിടുന്ന് കൈവിട്ടുവോ? ഇതൊക്കെ അനാവശ്യമായിരുന്നു എങ്കിൽ ഗുരു അത് പ്രചരിപ്പിക്കുമായിരുന്നുവോ? ആശാൻ എത്ര ഭംഗിയായിട്ട് പാടുന്നു, അരിയ ബാല്യം മുതൽക്കേ പരമഭാഗവതനായി ചിരതരം മുൻപാർജിച്ച പുരുപുണ്യത്താൽ ചതുരക്രിയായോഗങ്ങൾ ചതുരശ്ര ധീമാൻ സ്വാമി പരിചിൽ കടന്നു ജ്ഞാനി പദവി നേടി.
ഭക്തിമാർഗത്തിലൂടെയായിരുന്നു ആ യാത്ര. അത് തേടി 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 ദൂരോട്ടൊന്നും പോയില്ല. സമീപസ്ഥമായിരുന്ന ഒരുപക്ഷെ ഇടിഞ്ഞു പൊളിഞ്ഞതുമായി കൊള്ളട്ടെ, ഗുരുവിനത് മതിയായിരുന്നു ഈശ്വര വിചാരത്തിന്. ഒന്നോർത്തു നോക്കൂ, പിടിച്ചാൽ കൊണ്ടേ പോകൂ എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു മാരക രോഗം ബാല്യത്തിൽ അവിടുത്തെ ബാധിക്കുകയുണ്ടായി. ഏതാനും ദിവസങ്ങളിൽ അവിടുത്തെ കാണുകയുണ്ടായില്ല. പിന്നീട് അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു, ദേഹത്തെല്ലാം പാടുകളുമായി. ആ അസുഖം ബാധിച്ച ആ കാലമത്രയും അവിടുന്ന് എന്തു ചെയ്യുമായിരുന്നു എന്ന മഹച്ചരിതം പറയുന്നു. അവിടുത്തെ ദേവീ ക്ഷേത്ര സന്നിധിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവിടുന്ന് ഭജനമിരുന്നു. നോക്കൂ അവിടുത്തെ ആ വിശ്വാസത്തിന്റെ ദാർഢ്യം. ഇതുപോലെ എത്രയോ എത്രയോ സംഭവങ്ങൾ നിറഞ്ഞതാണ് ആ ജീവിതം. പൗരാണിക ഗ്രന്ഥങ്ങളെല്ലാം അവിടുന്ന് പാരായണം ചെയ്യുമായിരുന്നു. പ്രാചീനങ്ങളായ തമിഴ് ഗ്രന്ഥങ്ങൾ, സംസ്കൃത കാവ്യങ്ങൾ എല്ലാം അവിടുന്ന് പാരായണം ചെയ്യുമായിരുന്നു. പാരായണം ചെയ്യപ്പെട്ടതൊന്നും അവിടുന്ന് മറക്കുകയുണ്ടായില്ല. കാലമെത്ര കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ ഇതൊക്കെ പരാമർശിക്കപ്പെടുമ്പോൾ ഇതാ അവിടുന്ന് പലപ്പോഴും പൂരിപ്പിക്കുന്നത് കേൾക്കാം. അവിടുന്നൊന്നും ഇത് വിസ്മരിച്ചു കളഞ്ഞില്ലല്ലോ എന്ന് മാത്രമല്ല, ഇത് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്തത്. പുരാണങ്ങളായിക്കൊള്ളട്ടെ, ശാസ്ത്രഗ്രന്ഥങ്ങളായിക്കൊള്ളട്ടെ, അതിനെയെല്ലാം നീക്കി ആധുനികങ്ങളായ ആ ദർശനങ്ങളോ ഗ്രന്ഥങ്ങളോ വായിക്കുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്തതായി കാണുന്നുണ്ടോ? ആധുനികതയിലേക്കും അവിടുന്ന് ശ്രദ്ധിച്ചു. അതിനെ പുൽകിയ ശിഷ്യന്മാരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവർ മനസ്സിലാക്കിയത് അവരെ കൊണ്ട് പറയിപ്പിച്ച് ഗുരുവും അത് ഒരു സർവജ്ഞനായ അവിടുന്ന് പോലും അത് ഉൾക്കൊള്ളുന്നതായി ഭാവിച്ചിരുന്നു. നോക്കൂ, ഒരു പൂർണ്ണ ജീവിതത്തിന് എന്ന് പറഞ്ഞാൽ മനുഷ്യജീവിതം തെളിയുന്നതിന്, ശരിയായ ഒരു സമൂഹ സൃഷ്ടി സംജാതമാകുന്നതിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനെക്കുറിച്ച് ഗുരു അറിഞ്ഞതുപോലെ ആരറിഞ്ഞിരിക്കുന്നു? നോക്കൂ, അവിടുന്ന് ഒരു ക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ടാണ് ലോക സംഗ്രഹ പ്രവർത്തനത്തിനിറങ്ങിയത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അവിടുത്തെ ലോക സംഗ്രഹ പ്രവർത്തനങ്ങൾ അതിനു മുമ്പ് തന്നെ നിശബ്ദമായി നടന്നു വന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ പ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തിരുന്നു. പട്ടിണിയിലായ ഒരു അമ്മയെയും മകളെയും അഭിവൃദ്ധി മാർഗത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവന്നതെങ്ങനെ? അവരെ തൊണ്ടുതല്ലി ചകിരിയാക്കി കയറ് പിരിച്ച് അവരെ ഒരു വ്യവസായ ആഭിമുഖ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്
ഓരോ പ്രദേശങ്ങളിലേക്കും കടന്നു വരുമ്പോൾ സന്ധിക്കാൻ ഇടയാകുന്ന ജനതയോടെ അല്ലെങ്കിൽ വ്യക്തികളോടാണെങ്കിലും ആ നാടിൻ്റെ സവിശേഷതകളെക്കുറിച്ച് അവിടുന്ന് സംഭാഷണം ചെയ്യുമായിരുന്നു. ആ മണ്ണിന്റെ പ്രത്യേകത, അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത, മനുഷ്യരുടെ ശീലം. സർവജ്ഞനായ അവിടുത്തേക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പിന്നെ ഗുരുവിന്റെ മുമ്പിൽ ഇത് ഉണർത്തിക്കാൻ ഇടവരുമ്പോൾ അവർ സ്വയം ഓർക്കുകയാണ്. ആ യാന്ത്രികത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഒരു ദേശത്തെ ആ മണ്ണിന്റെ പശ്ചിമ കണ്ട് മൺപാത്ര നിർമ്മാണത്തിന് എത്രയും യോജ്യമാണ്, ഓട് നിർമ്മാണത്തിന് എത്രയും യോജ്യമാണ് എന്ന് അവിടുന്ന് ബോധിപ്പിച്ചപ്പോൾ ആ ദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറുകയല്ലായിരുന്നു. തിരുവിതാംകൂറിൽ നിന്ന് പോലും വടക്കൻ ദേശത്തേക്ക് ഈ വ്യവസായത്തിന് വേണ്ടി ആളുകൾ കുടിയേറിപ്പോകുന്നത് നാം കാണുന്നു. പല നാടുകളിൽ പല സമ്പ്രദായങ്ങളിലുണ്ടായിരുന്ന, അത് കൃഷിയായിക്കൊള്ളട്ടെ, നെയ്ത്തായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇതിനെയെല്ലാം ഈ നാട്ടിൽ പരിചയിപ്പിക്കുന്നതിന് വേണ്ടി കാർഷിക വ്യവസായ പ്രദർശനങ്ങൾ നടത്തുന്നു. SNDP യോഗത്തിന്റെ ആ 2ാം വാർഷികത്തിന് നടത്തിയ ഒരേ ഒരു കാര്യത്തെ മാത്രം നമ്മൾ ഇങ്ങനെ എക്കാലവും പുകഴ്ത്തിക്കൊണ്ടിരുന്നാൽ പോരാ. ഏറ്റവും ലളിതമായ രീതിയിലും, ഒരുപക്ഷെ ഒരു വീട്ടിലാണെങ്കിൽ പോലും വിദേശത്ത് നിന്ന് വരുന്ന ഒരുവൻ ഇതാ പുതിയൊരു സംരംഭവുമായി, പുതിയൊരു സംവിധാനവുമായി വരുമ്പോൾ സന്ദർഭവശാൽ അവിടവുമായും സന്ധിക്കാൻ ഇടവരുന്നു. അത് കണ്ട് മനസ്സിലാക്കി അത്തരം സംവിധാനങ്ങളെ നാട്ടിൽ പ്രചരിപ്പിക്കുവാൻ അവിടുന്ന് പ്രോത്സാഹനമേകുന്നു. അതിനൊക്കെ കൈനീട്ടം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ അക്ഷരലോകത്തേക്ക് കടന്നു വന്നു. ആരാലും അറിയാതെ അവിടുത്തെ ചെലവുകളെല്ലാം അവിടുന്ന് നിശബ്ദം വഹിച്ചുകൊണ്ടിരുന്നു. എത്രയോ ധനികരെ കൊണ്ട് ഈ രംഗങ്ങളിലെല്ലാം സേവ ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഒന്നോർത്തു നോക്കൂ, ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ ആ ഔപചാരികമായ ഒരു സംസ്ഥാപനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തീർത്ഥാടനത്തിന്റെ ആ അഷ്ടലക്ഷ്യങ്ങൾ അത്രയും അവിടുന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു, പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നു. അവിടുന്ന് അന്നോളം അനുഷ്ഠിച്ചു വന്ന, പ്രവർത്തിച്ചു വന്ന കാര്യങ്ങളാണ് ഇതത്രയും എന്ന് നാം ഓർക്കേണ്ടതാണ്. അവിടുന്ന് മുമ്പ് സൂചിപ്പിച്ച ശിവഗിരി മഠം സ്ഥാപിച്ച കാലത്ത് ഇറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത്, ഒരു സമുദായം എത്ര കണ്ട് ആന്തര സംസ്കാരത്തെ പ്രാപിക്കുന്നു, അത്ര കണ്ട് ആ സമുദായത്തിന് സൗഖ്യമുണ്ടാകുമെന്നാണ്. ആന്തര സംസ്കാരം ഒന്നോർത്തു നോക്കൂ. ഉണരാത്ത മനസ്സിൽ, തെളിയാത്ത മനസ്സിൽ അറിവ് പകർന്നാൽ എങ്ങനെയിരിക്കും? ആ അറിവിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിക്കുമോ? അതിനെ പ്രാവർത്തികമാക്കുവാൻ അയാൾക്ക് സാധിക്കുമോ? ഒന്നോർത്തു നോക്കുക. മൃഗങ്ങളെ പോലും വശകരാക്കി
മൃഗങ്ങളെ പോലും തൻ്റെ മൈത്രി വലയത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവന്നു. എങ്ങനെ? സർക്കസുകാർ പരിശീലിപ്പിച്ചതുപോലെ കാലങ്ങൾ കൊണ്ട് പരിശീലിപ്പിച്ചെടുത്തതല്ല. ഒരേ ഒരു നിഷ്ഠ, അഹിംസാനിഷ്ഠ. ഇതാണ് തപസ്സെന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ താനേ അവർക്ക് ശത്രുക്കളില്ല, ഉണ്ടാവില്ല. അവർ എത്തിച്ചേരുന്ന നില എന്താണ്? തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും. അന്ന് ഏതു മോഹം, അന്ന് ഏത് ശോകം, ഏകത്വദൃക്കിന്. ആ ഏകത്വത്തെയാണ് നമ്മൾ ഇപ്പോൾ തുടർച്ചയായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അഹിംസയെ ഒന്ന് ഉദാഹരണമായി പറഞ്ഞതാണ്. അവിടുത്തെ അഹിംസാനിഷ്ഠ പൂർണ്ണമായിരുന്നു, വിശുദ്ധമായിരുന്നു. അതുകൊണ്ട് മൃഗങ്ങൾ പോലും മൈത്രിയിൽ വന്നു. ഏതാണ്ട് അതുപോലാണ് അവിടുത്തെ എല്ലാ സങ്കല്പങ്ങളും. ലോകം ഒന്നായി തീരണം എന്നത് അവിടുത്തെ സങ്കല്പമാണ് എങ്കിൽ അത് നടന്നിരിക്കും, നടക്കാതിരിക്കാൻ പറ്റില്ല. വലിയ മഹർഷികൾ ചെന്നാൽ ഫലം വാക്കിന്റെ പിന്നാലെ ഓടി വരും. ഈ മാർഗത്തിലേക്ക് ലോകം പ്രവേശിക്കുന്നതല്ലേ ഉള്ളൂ. കാലം കിടക്കുകയല്ലേ. സഹോദരനയ്യപ്പൻ പാടിയതുപോലെ സുവർണകാലം കഴിഞ്ഞില്ല, വരുന്നേയുള്ളു കാക്കുവിൻ. വരുത്തേണ്ടത് മർത്യന്റെ ശ്രമത്താലെന്നും ഓർക്കുവിൻ. മറിച്ചും തിരിച്ചും, തിരിച്ചും മറിച്ചുമെല്ലാം പൂർവസുഹൃതികൾ നമ്മെ ഇത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് യഥാർത്ഥ ദീനാവനപരായണനാണ്. അവിടുന്ന് ദീനാവനപരായണനാണ്. ദീനന്മാരെ അവനം ചെയ്യുവാൻ അവിടുന്ന് എന്തെല്ലാം പ്രവർത്തിച്ചു. അപ്പൊ ഇവിടെ ലക്ഷ്യത്തിലേക്ക് കുറുക്കുവഴിയില്ല. അവിടെ പരിശ്രമം തന്നെ വേണം. ആന്തരിക സംസ്കാരം, ആന്തരിക പരിഷ്കാരം അത് സ്വയമേവ ഉണ്ടാകുന്നതല്ല. ഒരു സമുദായം എത്ര കണ്ട് ആന്തര സംസ്കാരത്തെ പ്രാപിക്കുന്നു, അത്ര കണ്ടാണ് ആ സമുദായത്തിന് തെളിച്ചവും ഉയർച്ചയും ഉണ്ടാകുന്നത് എങ്കിൽ ഈ ആന്തര സംസ്കാരം ഉണ്ടാകുന്നതിന് സദാചാരം വേണം, മതബോധം വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഗുരുദേവൻ അവിടെ ഊന്നിപ്പറയുന്നത്. എത്രയോ വട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. മതബോധം, സദാചാരം, ഇവയെ എല്ലാവരിലും ഉണ്ടാക്കി തീർക്കുന്നതിന് ക്ഷേത്രങ്ങളും മഠങ്ങളും വളരെ ഉപയുക്തമാണെന്ന് കണ്ടുവരുന്നു. ഇതിനെ ഉപയോഗപ്പെടുത്തിയാണ് ഗുരുവും ഇതുപോലെ തെളിഞ്ഞത്, ലോകരംഗത്ത് തെളിഞ്ഞത്. മനുഷ്യനായി അവതരിപ്പിക്കുമ്പോൾ മാനുഷികമായ എല്ലാ ധർമ്മങ്ങളും പാലിക്കണമല്ലോ. ആ ജന്മസിദ്ധനാണ്, മുക്തനാണ്, ജ്ഞാനിയാണ് എന്ന് ഭാവിച്ച് അവിടുന്ന് ആഹ്വാനം ചെയ്യുക മാത്രമല്ല ചെയ്തത്. ഒന്ന് ഓർത്തു നോക്കൂ. നീണ്ട 32-33 വർഷക്കാലം ഈ മാർഗത്തിലൂടെയല്ലേ അവിടുന്ന് നടന്നത്. അതും ബാല്യം മുതലേ. അവിടെ നോക്കൂ, അവിടുന്ന് ചതുരശ്ര ധീമാനായിരുന്നെങ്കിലും, അതീവ ബുദ്ധിമാനായിരുന്നെങ്കിലും
അവിടുന്നും പലയിടത്തും ശിഷ്യപ്പെടുന്നുണ്ട്. സാധാരണ നാട്ടും പുറത്തുകാരായ സാധാരണക്കാരോട് പോലും ആരാഞ്ഞ് വിവരങ്ങൾ തേടുന്നുണ്ട്. അതിനപ്പുറത്തുള്ള പല ജ്ഞാനവും പരഹൃദയ ജ്ഞാനം വരെ അവിടുത്തേക്കുണ്ടാകുമ്പോൾ അവിടുത്തേക്ക് ഇതിൻ്റെ വല്ലോ ആവശ്യമുണ്ടോ? ചോദ്യങ്ങളിലൂടെ ഉണർത്തുകയാണ്, അവരെ ആ വഴിക്ക് കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, സൂചിപ്പിച്ചു വന്നത് ശരിയാണ്. തീർത്ഥാടനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അഷ്ടലക്ഷ്യങ്ങൾ തന്നെ. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള പാകത നേടണമെങ്കിൽ നോക്കൂ, എന്തെല്ലാം അതിന് പീഡികയായി പശ്ചാത്തലമായി ഒരുക്കപ്പെട്ടിരിക്കണം. അതിലെ നടന്നു വരുമ്പോൾ മാത്രമേ അതിനെയെല്ലാം കടന്നു വരുമ്പോൾ മാത്രമേ ആ ഒരു പക്വതയിലേക്ക് എത്തുകയുള്ളൂ. ഈ ലക്ഷ്യങ്ങളെല്ലാം സഫലമാവുകയുള്ളൂ എന്ന് സാരം. നോക്കൂ, അവസാനമായി സൂചിപ്പിക്കുന്നു, ശാരീരികവും മാനസികവും ആത്മീയവുമായ സർവശ്രേയസ്സുകളും ഒരു സമുദായത്തിന് വന്നു ലഭിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വാക്കുകൾ. ശാരീരികവും മാനസികവും ആത്മീയവുമായ സർവശ്രേയസ്സുകളും ഒരു സമുദായത്തിന് വന്നു ലഭിക്കുന്നതിൽ ആ സമുദായത്തിൻ്റെ മതബോധവും സദാചാരവും വലുതായി സഹായിക്കുന്നതാണ്. ഈ മതബോധത്തെയും സദാചാരത്തെയും ഉണ്ടാക്കുന്നതിന് ദേശം തോറും ആരാധനാലയങ്ങൾ ഉണ്ടാവണം. ഉണ്ടായല്ലോ, പക്ഷേ അത് ഈ ലക്ഷ്യത്തോടെയാണോ പരിപാലിക്കപ്പെട്ടത്, നിവർത്തിക്കപ്പെട്ടത് എന്നാണ് നാം ആദ്യം പരിശോധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അത് കേവല അഭിമാന സ്തംഭങ്ങൾ മാത്രമായി നിലനിൽക്കുമ്പോൾ അവിടെ എങ്ങനെ സദാചാരവും മതബോധവും ഉണ്ടാവും? അവിടെ അത്യാർഭാടങ്ങളല്ലേ പുലർന്നു പോരുക? ഇതിലായിരിക്കാം ഗുരു ഖിന്നനായിട്ടുണ്ടാവുക. ഗുരു കടന്നു പോന്ന മാർഗം. അതുകൊണ്ടാണ് ഗുരുവിനെ തന്നെ ആദ്യ തീർത്ഥാടകനായി നാം കാണുന്നത്. കാരണം എങ്ങനെ അവിടുന്ന് ഈ ജ്ഞാനി പദവി നേടി ഗുരുത്വത്തിന്റെ ആ ഉന്നതിയിലെത്തി, അവിടുന്ന് കടന്നു പോന്ന മാർഗം, അതിനെ നിരീക്ഷിക്കുക. ഈ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ എല്ലാം കടന്ന് സ്ഫുടം ചെയ്ത് ഏറ്റവും ഒടുവിലായി അവിടുന്ന് നമ്മളോട് മുഴിഞ്ഞത് മാത്രം നമ്മൾ മുഖവിലക്കെടുക്കുന്നു. ശരി, അത് സത്യമാണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ജീവിതനിഷ്ഠകളില്ല. യഥാർത്ഥ ബുദ്ധിയുടെ തെളിച്ചമായി വരേണ്ട മതബോധം നമുക്കില്ല. ആ മതബോധത്തിൽ ഊന്നിക്കൊണ്ട് കർമ്മങ്ങളെ എല്ലാം ശുദ്ധീകരിക്കുന്ന സദാചാര മാർഗം നമുക്കില്ല. ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ പിന്നെ എന്താണ്? ഇന്നിവിടെ പറഞ്ഞു നിർത്തുന്നതും അടുത്ത സംഭാഷണത്തിൽ നമ്മൾ പുനരാരംഭിക്കുന്നതും ഈ ഒരു ബിന്ദുവിൽ നിന്നാണ്. ധർമ്മം പരിപാലിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി വരട്ടെ തീർത്ഥാടനവും തീർത്ഥാടന ലക്ഷ്യങ്ങളും. അല്ലാതുള്ള ഇത്തരം ലക്ഷ്യപ്രഖ്യാപനങ്ങൾ അത്രയും ഗുരു തന്നെ ഒരിക്കൽ ശിവഗിരി വെച്ച് അരുളിയതുപോലെ നന്നായി പുഷ്പിക്കുന്നു, പക്ഷേ ഒന്നും കായ്ക്കുന്നില്ല. ഘോരഘോരം ഗുരുസന്നിധിയിൽ പ്രസംഗിച്ച ഒരു യുവാവിനെ നോക്കിക്കൊണ്ട് അവിടുന്ന് അരുളിയതാണ്,
ഈ പുഷ്പിത വാക്യങ്ങളല്ല നമുക്ക് വേണ്ടത്, അതിൻ്റെ ഫലമാണ് നമുക്ക് വേണ്ടത്. ഈ ചിന്ത നമുക്ക് ഈ തീർത്ഥാടന കാലം വരെ തുടരാവുന്നതാണ്. അതിലേക്ക് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.